UDF തരംഗം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFിന് മുന്നേറ്റം. കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകളിൽ ഐക്യജനാധിപത്യ മുന്നണി ആധിപത്യം നേടി. NDA നില മെച്ചപ്പെടുത്തി. കേവല ഭൂരിപക്ഷമില്ലാതെ വീണ്ടും കുന്നംകുളം നഗരസഭ. LDF ഏറ്റവും വലിയ ഒറ്റകക്ഷി. കോൺഗ്രസ് 9 സീറ്റിൽ വിജയിച്ചു. RMP 4 സീറ്റിലും BJP 7 സീറ്റിലും വിജയിച്ചു. 18ാം വാർഡ് കാണിപ്പയ്യൂർ സൗത്തിൽ കോൺഗ്രസ് വിമതയ്ക്ക് വിജയം. ഗുരുവായൂർ നഗരസഭയിൽ ഡബിൾ ഹാട്രിക്കിലേക്ക് കടന്ന LDF. 46 സീറ്റിൽ 26 നേടിയാണ് LDF ഭരണം നിലനിർത്തിയത്. വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ LDFും UDFും സീറ്റ് നിലയിൽ ഒപ്പത്തിനൊപ്പം വന്നെങ്കിലും അന്തിമ കണക്കിൽ LDF ഭൂരിപക്ഷം മറികടക്കുകയായിരുന്നു. ചാവക്കാട് ചെങ്കോട്ടയായി തന്നെ തുടരും. ശക്തമായ UDF തരംഗത്തിലും പതറാതെ നിന്ന നഗരസഭയിൽ ഇത് തുടർച്ചയായ 5ാം തവണയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ ഭരണം നിലനിർത്തി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് UDF തരംഗം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFിന് മുന്നേറ്റം. കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകളിൽ ഐക്യജനാധിപത്യ മുന്നണി ആധിപത്യം നേടി. NDA നില മെച്ചപ്പെടുത്തി. മൂന്നാം LDF സർക്കാർ എന്ന ഇടതുപക്ഷത്തിന്റെ സ്വപ്നങ്ങൾക്ക് തിരിച്ചടിയായി തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലസൂചന. കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ UDF വ്യക്തമായ മുന്നേറ്റമുണ്ടാക്കുകയും NDA പ്രബലമായ കക്ഷിയായി ഉയർന്നുവരികയും ചെയ്താണ് തദ്ദേശഫലത്തിന്റെ ആകെ തുക. പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ തുടങ്ങിയ സമസ്ത മേഖലയിലും UDF മേധാവിത്വമാണ്. കഴിഞ്ഞ തവണ LDF തൂത്തുവാരിയ മിക്കയിടത്തും ഇത്തവണ UDF തിരിച്ചുവന്നു. BJPക്കും തെരഞ്ഞെടുപ്പ് ഫലം അപ്രതീക്ഷിത നേട്ടമാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ വലിയ നേട്ടം കൊയ്ത BJP പാലക്കാട് നഗരസഭ നിലനിർത്തുകയും നിരവധി പഞ്ചായത്തുകളിൽ സാന്നിധ്യമുണ്ടാക്കുകയും ചെയ്തു. 27 പഞ്ചായത്തുകളിലും 2 മുനിസിപ്പാലിറ്റികളും NDA മുന്നിട്ട് നിൽക്കുന്നു. അപ്രതീക്ഷിത തിരിച്ചടിയാണ് LDF നേരിട്ടത്. ഭരണനേട്ടങ്ങളിൽ ഊന്നിയായിരുന്നു പ്രചാരണം. മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു കേന്ദ്രബിന്ദു. പെൻഷൻ വർദ്ധിപ്പിച്ചതും സ്ത്രീ സുരക്ഷാ പെൻഷൻ പ്രഖ്യാപിച്ചതും പ്രചാരണായുധമായി ഉപയോഗിച്ചു. പുറമെ UDFിലെ രാഹുൽ മാങ്കൂട്ടം വിവാദം തുടങ്ങിയവയും നേട്ടമാകുമെന്ന് കരുതി. എന്നാൽ ശബരിമല, ഭരണവിരുദ്ധ വികാരം എന്നിവ തിരിച്ചടിയായെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാകുമെന്ന പാർട്ടി വിലയിരുത്തലിൽ നിന്നാണ് അപ്രതീക്ഷിതമായ തകർച്ച നേരിട്ടതെന്നും ശ്രദ്ധേയം. അതേസമയം ശബരിമല, ഭരണപരാജയം എന്നിവ മുൻനിർത്തിയായിരുന്നു UDF പ്രചാരണം. തദ്ദേശ സ്ഥാപനങ്ങളിലെ വിവിധ സേവനങ്ങളുടെ ഫീസ് വർധന, വിലക്കയറ്റം തുടങ്ങിയവയും UDF പ്രചരണായുധമാക്കി. രാഹുൽ മാങ്കൂട്ടം വിഷയം, ശബരിമല സ്വർണ്ണപ്പാളി വിവാദം ഉപയോഗിച്ച് പ്രതിരോധിച്ചത് ഫലം കണ്ടുവെന്നതാണ് ഫലം സൂചിപ്പിക്കുന്നത്. അപ്രതീക്ഷിതമായിരുന്നു BJP മുന്നേറ്റം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മുന്നേറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതിലും വലിയ നേട്ടമാണ് കൊയ്ത്. നിരവധി പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകളിൽ സാന്നിധ്യമുറപ്പിക്കാനും വോട്ട് വർദ്ധിപ്പിക്കാനും സാധിച്ചു. BJPയുടെ മുന്നേറ്റം സംസ്ഥാന രാഷ്ട്രീയത്തിൽ പുതിയ സമവാക്യങ്ങൾ രൂപീകരിക്കാൻ സാധിക്കുന്നവയാണെന്ന് ഫലം തെളിയിക്കുന്നു. കേവല ഭൂരിപക്ഷമില്ലാതെ വീണ്ടും കുന്നംകുളം നഗരസഭ. 39 അംഗ ഭരണസമിതിയിൽ ഭരണം നേടാൻ ആവശ്യമായ മാന്ത്രിക സംഖ്യയായ 20 വാർഡുകളിലെ വിജയത്തിൽ എത്തിക്കാൻ ഒരു മുന്നണിക്കുമായില്ല. അതേസമയം LDF 18 സീറ്റ് നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. ഇത് തുടർച്ചയായ 3ാം തവണയാണ് കുന്നംകുളത്ത് ഒരു കക്ഷിക്കും ഭൂരിപക്ഷം തികയ്ക്കാനാകാത്ത സ്ഥിതിയുണ്ടായത്. 25 സീറ്റോളം പ്രതീക്ഷിച്ച LDFന് സംസ്ഥാന വ്യാപകമായ UDF തരംഗത്തിൽ വലിയ മുന്നേറ്റത്തിലേക്ക് എത്താനായില്ല. 37 വാർഡുണ്ടായിരുന്ന കഴിഞ്ഞ നഗരസഭാ ഭരണസമിതിയിൽ 18 സീറ്റിലാണ് LDF വിജയിച്ചത്. കഴിഞ്ഞ തവണ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന T സോമശേഖരന്റെ പിന്തുണയോടെയാണ് കൃത്യമായ ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ സാധിച്ചത്. ഇത്തവണ വാർഡ് വിഭജനം വന്നതോടെ നഗരസഭയിൽ 2 വാർഡുകൾ വർദ്ധിച്ചു. ഇക്കുറി വലിയ പ്രതീക്ഷയിലായിരുന്നു മുന്നണികളെല്ലാം.
മത്സരഫലം അറിഞ്ഞപ്പോൾ 18 സീറ്റിൽ LDF-ഉം 9 സീറ്റിൽ UDF-ഉം 7 സീറ്റിൽ NDA-യും 4 സീറ്റിൽ RMP-യും 1 സീറ്റിൽ കോൺഗ്രസ് വിമതയും വിജയിച്ചു. ഇതോടെയാണ് LDF-ന് കേവല ഭൂരിപക്ഷം നഷ്ടമായത്. മുൻ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രന്റെ വാർഡിൽ NDA സ്ഥാനാർത്ഥിയുടെ വിജയവും കഴിഞ്ഞ തവണ ഗീതാ ശശി വിജയിച്ച BJP-യുടെ ശക്തികേന്ദ്രമായ ചിറ്റഞ്ഞൂരിൽ പ്രമുഖ നേതാവ് MV ഉല്ലാസിന്റെ പരാജയവും CPM വിമതനായി പത്രിക നൽകുകയും പിന്നീട് പിൻവലിക്കുകയും ചെയ്ത AS സുജീഷിന്റെ പ്രവർത്തന മേഖലയായ വടുതലയിൽ നിന്ന് കോൺഗ്രസിലെ ലബീബ് ഹസന്റെ വിജയവും 18-ാം വാർഡ് കാണിപ്പയ്യൂർ സൌത്തിൽ കോൺഗ്രസ് വിമത KP മിനിയുടെ വിജയവും ശ്രദ്ധേയമായി. നിലവിൽ നഗരസഭയിൽ 3 സീറ്റുകൾ ഉണ്ടായിരുന്ന RMP 1 സീറ്റിൽ കൂടി വിജയിച്ച് തങ്ങളുടെ സ്വാധീനം പ്രകടമാക്കി. വാർഡ് 9 മുനിമടയിൽ PK ബിനീഷ്, വാർഡ് 10 അയ്യപ്പത്ത് റീജ സലീൽ, വാർഡ് 12 മീമ്പിക്കുളത്ത് VP സുരേഷ്, വാർഡ് 13 ചെറുകുന്നത്ത് സോമൻ എന്നിവരാണ് വിജയിച്ചത്. രാവിലെ 8 മണിയോടെയാണ് വോട്ടെണ്ണൽ ആരംഭിച്ചത്. 7:30 തന്നെ സ്ഥാനാർത്ഥികളും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും വോട്ടെണ്ണൽ കേന്ദ്രമായ കുന്നംകുളം നഗരസഭാ ടൗൺഹാളിലും പരിസരത്തുമായി എത്തിയിരുന്നു. വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ അന്തരീക്ഷം സമാധാനപരമായിരുന്നു. വിജയിച്ച സ്ഥാനാർത്ഥികളെ അതത് പാർട്ടി പ്രവർത്തകർ ഹാരമണിയിച്ച് ആഹ്ലാദാരവങ്ങളോടെ അനുമോദിച്ചു. കുന്നംകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ CR സന്തോഷ്, സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ജയപ്രദീപ് എന്നിവരുടെ നേതൃത്വത്തിൽ വൻ സുരക്ഷയാണ് വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ ഒരുക്കിയിരുന്നത്. ഗുരുവായൂർ നഗരസഭയിൽ ഡബിൾ ഹാട്രിക്കിലേക്ക് കടന്ന LDF 46 സീറ്റിൽ 26 എണ്ണം നേടിയാണ് LDF ഭരണം നിലനിർത്തിയത്. വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ LDF-ഉം UDF-ഉം സീറ്റ് നിലയിൽ ഒപ്പത്തിനൊപ്പം വന്നെങ്കിലും അന്തിമ കണക്കിൽ LDF ഭൂരിപക്ഷം മറികടക്കുകയായിരുന്നു. UDF-ന് കഴിഞ്ഞ തവണ 12 സീറ്റുണ്ടായിരുന്നത് ഇത്തവണ 17 സീറ്റായി വർദ്ധിപ്പിക്കാനായി. NDA കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന 2 സീറ്റ് നിലനിർത്തി. കഴിഞ്ഞ തവണ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി വിജയിച്ചത് ഇത്തവണയും ആവർത്തിച്ചു. LDF 26, UDF 17, NDA 2, സ്വതന്ത്രൻ 1 എന്നിങ്ങനെയാണ് കക്ഷിനില. CPM-ന്റെ 31 സ്ഥാനാർത്ഥികളിൽ 12 പേരും CPI-യുടെ 8 സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നതിൽ 3 പേരും LDF സ്വതന്ത്രരായി മത്സരിച്ച 7 പേരിൽ 3 പേരുമാണ് ജയിച്ചത്. മത്സരിച്ച 3 സീറ്റിലും മുസ്ലിം ലീഗ് വിജയം നേടി. മുസ്ലിം ലീഗിന് പുറമെ UDF നൽകിയ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ദയനീയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. LDF സ്ഥാനാർത്ഥികൾ 4 വാർഡുകളിൽ 3-ാം സ്ഥാനത്തായി. ഇതിൽ 3 വാർഡുകളിൽ NDA-യും 1 വാർഡിൽ UDF-ഉം 2-ാം സ്ഥാനം നേടി. 33-ാം വാർഡിൽ 3 വോട്ടിനാണ് LDF-ന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത്. 44-ാം വാർഡിൽ നിന്ന് വിജയിച്ച UDF സ്ഥാനാർത്ഥി ആൻഡോ തോമസാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയത്. 485 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഇദ്ദേഹം ജയിച്ചത്. വിജയിച്ച സ്ഥാനാർത്ഥികൾ നഗരത്തിൽ പ്രകടനം നടത്തി. LDF-ന്റെ നേതൃത്വത്തിലുള്ള ആഹ്ലാദ പ്രകടനം ഞായറാഴ്ച വൈകിട്ട് നടക്കും. വൈകിട്ട് 4-ന് കിഴക്കേ നടയിൽ നിന്നാരംഭിച്ച് നഗരം ചുറ്റി സമാപിക്കും. വിജയിച്ച സ്ഥാനാർത്ഥികൾ 21-ന് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. ഗുരുവായൂരിൽ CPI-യെ തോൽപ്പിച്ച് CPM. CPI സ്ഥാനാർത്ഥിയും നഗരസഭാ ഉപാധ്യക്ഷയുമായ അനീഷ്മ ഷനോജിനെയാണ് വിമത സ്ഥാനാർത്ഥിയെ ഇറക്കി CPM തോൽപ്പിച്ചത്. CPI-യുടെ അരിവാൾ ധാന്യക്കതിർ ചിഹ്നത്തിൽ 38-ാം വാർഡായ പൂക്കോട് വെസ്റ്റിലാണ് ഇവർ മത്സരിച്ചത്. മൊബൈൽ ഫോൺ ചിഹ്നത്തിൽ മത്സരിച്ച CPM-ന്റെ വിമത സ്ഥാനാർത്ഥി ലിസി ബൈജുവാണ് ഇവിടെ ജയിച്ചത്. ഇവർ 448 വോട്ട് നേടി. UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ലിജി ബോബി 353 വോട്ട് നേടി 2-ാം സ്ഥാനത്തെത്തിയപ്പോൾ 333 വോട്ടോടെ അനീഷ്മയ്ക്ക് 3-ാം സ്ഥാനത്തേക്ക് തൃപ്തിപ്പെടേണ്ടി വന്നു. അനീഷ്മ 2 തവണ ഈ വാർഡിൽ നിന്ന് ജയിച്ച് കൗൺസിലറായിട്ടുണ്ട്. ചാവക്കാട് ചെങ്കോട്ടയായി തന്നെ തുടരും. ശക്തമായ UDF തരംഗത്തിലും പതറാതെ നിന്ന നഗരസഭയിൽ ഇത് തുടർച്ചയായ 5-ാം തവണയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ ഭരണം നിലനിർത്തി. ചാവക്കാട് ചെഞ്ചുവപ്പായി തന്നെ തുടരും. ആകെയുള്ള 33 സീറ്റിൽ LDF 21, UDF 12 സീറ്റിലും വിജയിച്ചു. BJP ഇത്തവണയും അക്കൗണ്ട് തുറന്നില്ല. നഗരസഭയുടെ പടിഞ്ഞാറൻ മേഖല LDF-ന് കരുത്തേകിയപ്പോൾ കിഴക്കൻ മേഖലയിൽ UDF-ന് മേൽക്കോയ്മ നേടാൻ കഴിഞ്ഞു. LDF-ൽ CPM 19, CPI 1, UDF-ൽ 9 കോൺഗ്രസ്, 2 ലീഗ്, 1 കേരള കോൺഗ്രസ് ജോസഫ് എന്നിങ്ങനെയാണ് വിജയം നേടിയത്. LDF-ന് വളരെ പ്രതീക്ഷയുണ്ടായിരുന്ന 1-ാം വാർഡ് LDF-ന് നഷ്ടമായി. ഇവിടെ മുസ്ലിം ലീഗിലെ TM ഷാജി വിജയിച്ചു.
വർഷങ്ങളായി കോൺഗ്രസ് ജയിച്ചു പോന്നിരുന്ന വാർഡ് 8 LDF തിരിച്ചുപിടിച്ചു. ഇവിടെ CPMലെ KC സുനിൽ വിജയിച്ചു. 20 വർഷക്കാലം CPM വിജയിച്ചു പോന്നിരുന്ന 13ാം വാർഡ് മുസ്ലിം ലീഗിലെ ആരിഫ് പാലയൂർ തിരിച്ചുപിടിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് കഴിഞ്ഞ വർഷം വിജയിച്ച വാർഡ് ഇത്തവണ UDF തിരിച്ചുപിടിച്ചു. കോൺഗ്രസിലെ TS സനൂപ് വിജയിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് വാർഡ് 25-ൽ നിന്ന് വിജയിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗം AH അക്ബർ വാർഡ് 17-ൽ നിന്ന് വിജയിച്ചു. മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് C ഗോപപ്രതാപൻ വാർഡ് 32-ൽ വിജയിച്ചു. ഇരുമുന്നണിയും നഗരത്തിൽ പ്രകടനം നടത്തി. ഇടതിന്റെ പൊന്നാപ്പുര കോട്ട തകർത്ത് 4 പതിറ്റാണ്ടിന് ശേഷം പുന്നയൂർകുളത്ത് UDF ഭരണം നേടി. പഞ്ചായത്തിൽ ആദ്യമായി SDPI അക്കൗണ്ട് തുറന്നു. 21 വാർഡുകളിൽ UDF 9 സീറ്റും LDF 7 സീറ്റും NDA 4 സീറ്റും SDPI 1 സീറ്റും നേടി. 4ാം വാർഡ് തൃപ്പറ്റിൽ LDF സ്ഥാനാർത്ഥി ബേബി സമീറും NDA സ്ഥാനാർത്ഥി ഷാജി ത്രിപ്പറ്റും 493 വോട്ട് നേടി ഒപ്പത്തിനൊപ്പം എത്തിയതിനാൽ നറുക്കെടുപ്പിലൂടെയാണ് NDA സ്ഥാനാർത്ഥി ഷാജി ത്രിപ്പറ്റ് വിജയിയായി പ്രഖ്യാപിച്ചത്. കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥി മത്സരിച്ച 20ാം വാർഡിൽ UDFലെ സമീറ സക്കറിയ 195 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന വാർഡ് 18-ൽ SDPI സ്ഥാനാർത്ഥി ബുഷറ സുബൈർ 153 വോട്ട് ഭൂരിപക്ഷത്തിൽ തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി UDFലെ സൈനബ മുഹമ്മദ് കുട്ടിയെ പരാജയപ്പെടുത്തി പഞ്ചായത്തിൽ SDPIയുടെ വരവറിയിച്ചു. 15ാം വാർഡിൽ LDF സ്ഥാനാർത്ഥി AD ധനീബ് NDAയിലെ ബാബു മഞ്ജുവിനെ 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളി തിളക്കമാർന്ന വിജയം നേടി. നല്ല മത്സരം നടന്ന 17ാം വാർഡിൽ UDFലെ സൈനബ ഷുക്കൂർ LDFലെ സാബിറ ബീരാനിൽ നിന്നും വാർഡ് പിടിച്ചെടുത്തു. UDF ഏറെ പ്രതീക്ഷ പുലർത്തിയിരുന്ന വാർഡ് 19 UDFലെ റാഫി മാലിക്കുളം LDFലെ ഷിനോദിൽ നിന്നും പരാജയം നേരിട്ടു. 21ാം വാർഡ് LDF സെലീന മൊയ്തീൻ കോയ വിജയിച്ചതോടെ 40 വർഷത്തോളം ഇടതു ഭരണമുണ്ടായിരുന്ന LDFന് 7 സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നു. കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ ഇടത് തരംഗം 17 വാർഡുകളിൽ 13ഇടത്ത് വിജയം നേടി ഇടതുപക്ഷം 3ാം ഊഴത്തിന്. ഇടതുകോട്ടയായ കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ ചരിത്ര വിജയം നേടിയിരിക്കുകയാണ് LDF. വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ നിലനിർത്തിയ അജയ്യത അവസാനം വരെ തുടർന്നാണ് ഇടതുപക്ഷം തുടർച്ചയായ 3ാം ഊഴത്തിന് ജനവിധിയിലൂടെ അംഗീകാരം നേടിയത്. 10ാം വാർഡ് തിരുവത്ര കണ്ടിയൂരിൽ 1 വോട്ടിനാണ് NCP സ്ഥാനാർത്ഥി ലിസ്റ്റൺ വർഗീസ് പരാജയപ്പെട്ടപ്പോൾ UDF കോട്ടയായ 7ാം വാർഡ് കൂനമൂച്ചിയിൽ CPIMന്റെ യുവമുഖം വിനു ജോൺസൺ അട്ടിമറി വിജയം നേടി. 1ാം വാർഡിൽ നിന്നും MP സജീബ്, 2ാം വാർഡിൽ നിന്നും സൗമ്യ നിമിഷ്, 3ാം വാർഡിൽ നിന്ന് സുൽഫത്ത് ബക്കർ, 4ാം വാർഡിൽ നിന്നും സൗമ്യ ധനൻ, 5ാം വാർഡിൽ നിന്നും നിവ്യ റനീഷ്, 6ാം വാർഡിൽ നിന്നും സാഫിറ അസീസ്, 8ാം വാർഡ് വെട്ടുകാട് നിന്ന് ഗംഗാധരൻ മാസ്റ്റർ, 13ാം വാർഡിൽ നിന്നും CK സുധീബ, 14ാം വാർഡിൽ നിന്നും സുനിത ഉണ്ണിമോൻ, 15ാം വാർഡിൽ നിന്നും VV തിലകൻ, 16ാം വാർഡിൽ നിന്ന് VK ദാസൻ, 17ാം വാർഡിൽ നിന്നും KT മനോജ് എന്നിവരാണ് ഇടതുപക്ഷത്തിനായി വിജയിച്ചത്. 9ാം വാർഡ് ആളൂരിൽ നിന്നും ലിയ ജോജോ, 10ാം വാർഡിൽ ജോൺ കാക്കശ്ശേരി, 11ാം വാർഡിൽ സിമി സ്റ്റെൽസൺ, 12ാം വാർഡിൽ നിന്നും ആൻലി GB എന്നിവർ UDFനായും വിജയിച്ചു. കഴിഞ്ഞ തവണ 16 വാർഡുണ്ടായിരുന്ന പഞ്ചായത്തിൽ LDF 11, UDF 5 എന്നിങ്ങനെയായിരുന്നു കക്ഷിനില. ഇക്കുറി 1 വാർഡ് വർദ്ധിച്ചപ്പോൾ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതിനേക്കാൾ സീറ്റുകൾ വർദ്ധിപ്പിച്ച് LDF നില മെച്ചപ്പെടുത്തി. നിലവിലെ ഭരണസമിതിയിൽ അംഗമായ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റനീഷ് ജനറൽ വാർഡായ അരിയന്നൂരിൽ നിന്നുമാണ് വീണ്ടും ജനവിധി തേടി വിജയം കൊയ്തത്. മുൻ പഞ്ചായത്ത് അംഗങ്ങളായ VK ദാസൻ, സുൽഫത്ത് ബക്കർ, VV തിലകൻ എന്നിവരും LDFൽ നിന്ന് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ UDFന്റെ 4 അംഗങ്ങളും ആദ്യമായി തെരഞ്ഞെടുപ്പിനെ നേരിട്ടാണ് വിജയം വരിച്ചത്. സംസ്ഥാനത്താകമാനം UDF തരംഗം വീശിയടിച്ചപ്പോഴും കണ്ടാണശ്ശേരി പഞ്ചായത്ത് ഇടതുപക്ഷത്തിന്റെ ഇളകാത്ത കോട്ടയായി നിലയുറപ്പിച്ച കാഴ്ചയാണ് വിധി നിർണയത്തിലൂടെ കാണാനാകുന്നത്. കൈവിട്ടുപോയ പുന്നയൂർ പഞ്ചായത്ത് ഭരണം തിരിച്ചുപിടിച്ച് UDF. 22-ൽ 17 സീറ്റിന്റെ മൃഗീയ ഭൂരിപക്ഷം നേടിയാണ് ഐക്യജനാധിപത്യ മുന്നണി നഷ്ടപ്രതാപം ഉഗ്രവിജയത്തിലൂടെ തിരിച്ചുപിടിച്ചത്. വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടി മത്സരത്തിനിറങ്ങിയ LDFന് 5 സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നു. 15ാം വാർഡിലെ കഴിഞ്ഞ ഭരണസമിതിയുടെ പ്രസിഡന്റ് TV സുരേന്ദ്രനെ 220 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് UDFലെ ഷാനിഫ് കിഴക്കേത്തറ വിജയിച്ചത്. തുടർച്ചയായി ദീർഘകാലം പുന്നയൂർ പഞ്ചായത്ത് ഭരിച്ചിരുന്ന UDFൽ നിന്ന് 2020-ലെ തിരഞ്ഞെടുപ്പിൽ LDF ഭരണം പിടിച്ചെടുക്കുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ ഭരണസമിതിയിലെ 3 മെമ്പർമാരാണ് LDF സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടായിരുന്നത്. 12ാം വാർഡിൽ രജനി ടീച്ചറും 6ാം വാർഡിൽ ഷൈബ ദിനേശൻ, 15ാം വാർഡിൽ TV സുരേന്ദ്രൻ എന്നിവരാണ് മത്സരരംഗത്തുണ്ടായിരുന്നത്.
ഇതിൽ ഷൈബ ദിനേശൻ മാത്രമാണ് വിജയിച്ചത്. LDFിൽ നിന്ന് വാർഡ് 4-ൽ ബാബുമാഷ്, 6-ൽ ഷൈബ ദിനേശൻ, 10-ൽ സഫീന മുനീർ, 16-ൽ ഷൈമജ നസീർ, 19-ൽ ഫൗസിയ ഹാഷിം എന്നിവരാണ് വിജയിച്ചത്. UDFിൻ്റെ 17 വാർഡുകളിൽ വാർഡ് 1-ൽ ആയിഷ, 2 മുബീന സലീം, 3 ബൽക്കിസ് ഖാലിദ്, 5 രതീഷ് ചമനിയിൽ, 7 മുനാഷ് മച്ചിങ്ങൽ, 8 RP ബഷീർ, 9 IP രാജേന്ദ്രൻ, 11 സീനത്ത് KM, 12 ബീരാൻകുട്ടി, 13 നസീറ അഹമ്മദ്, 14 സലീം ആച്ചാപ്പുള്ളി, 15 ഷാനിഫ് കിഴക്കേത്തറ, 17 റസ്ല റഹീം, 18 നിസാം മൂത്തേടത്ത്, 20 ഷഹന ഷിഹാബ്, 21 മുഹമ്മദ് അസ്ലം, 22 അബ്ദുൾ സലീം കുന്നമ്പത്ത് എന്നിവരാണ് വിജയിച്ചത്. ഇടതുപക്ഷത്ത് ഉറച്ച ചൂണ്ടൽ. നില മെച്ചപ്പെടുത്തി UDF. ചൂണ്ടൽ പഞ്ചായത്തിൽ 20-ൽ 13 സീറ്റ് നേടി LDFന് ഭരണ തുടർച്ച. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൽ 20 വാർഡുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ LDF 13 വാർഡുകളിലും UDF 7 വാർഡുകളിലുമാണ് വിജയം നേടിയത്. 1-ാം വാർഡിൽ ഷീബ ശിവരാമൻ, 2-ാം വാർഡിൽ KA രമേശ്, 3-ാം വാർഡിൽ ജുലറ്റ് ബിനു, 5-ാം വാർഡിൽ CA ലിജു, 8-ാം വാർഡിൽ TK ഹക്കീം, 11-ാം വാർഡിൽ PS സഹല, 12-ാം വാർഡിൽ സിനി പ്രസാദ്, 13-ാം വാർഡിൽ ഭവ്യ നിഖിൽ, 15-ാം വാർഡിൽ സച്ചിൻ പ്രകാശ്, 16-ാം വാർഡിൽ PM ഉമ്മർ, 17-ാം വാർഡിൽ മിനി രാജേഷ്, 18-ാം വാർഡിൽ ഷൈല പുഷ്പാകരൻ, 20-ാം വാർഡിൽ ജിഷ സുനിൽകുമാർ എന്നിവരാണ് വിജയകിരീടം ചൂടിയത്. 3-ാം വാർഡിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ ജുലറ്റ് ബിനു 2-ാം മത്സരത്തിലും വിജയം നേടി. വാർഡിൽ ഇടത് ആധിപത്യം ഉറപ്പാക്കിയിരുന്നു. ഇടതുപക്ഷത്തു നിന്ന് മത്സരിച്ച മുൻ പഞ്ചായത്ത് അംഗങ്ങളായ ഷീബ ജയപ്രകാശ്, MK ആന്റണി എന്നിവർ പരാജയപ്പെട്ടു. 4-ാം വാർഡിൽ നിന്നുള്ള ജെസി ജോസഫ്, 6-ാം വാർഡിൽ നിന്ന് അനുഷ ഷാഫർ, 7-ാം വാർഡിൽ നിന്നും റസിയ അലി, 9-ാം വാർഡിൽ TO സെബി, 10-ാം വാർഡിൽ KL പോൾസൺ, 14-ാം വാർഡിൽ നിന്നും ഷൈസ്ന, 19-ാം വാർഡിൽ നിന്നും അനീഷ് ആന്റണി എന്നിവരാണ് UDFനായി വിജയിച്ചവർ. UDFിൽ നിന്ന് മത്സരിച്ച നിലവിലെ ഭരണസമിതി അംഗം ND സജിത് കുമാർ, മുൻ വൈസ് പ്രസിഡന്റ് MA സുബൈർ എന്നിവർ പരാജയപ്പെട്ടപ്പോൾ മുൻ വൈസ് പ്രസിഡന്റ് TO സെബി മണലി വാർഡിൽ UDFന് വിജയമുറപ്പിക്കുകയായിരുന്നു. യൂത്ത് കോൺഗ്രസ് നേതാവ് CPIMന്റെ കരുത്തനായ MK ആന്റണിയെ പരാജയപ്പെടുത്തിയാണ് കന്നി അംഗത്തിൽ വിജയം നേടിയത്. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ജിഷ സുനിൽകുമാർ, മുൻ ചെയർപേഴ്സൺ സിനി പ്രസാദ് എന്നിവരും DYFI നേതാക്കളായ സച്ചിൻ പ്രകാശ്, PS സഹല എന്നിവരും ഇടതുപക്ഷത്തു നിന്ന് പുതിയ ഭരണസമിതിയിൽ ഇടം നേടിയിട്ടുണ്ട്. 20-അംഗ ഭരണസമിതിയിൽ 13 സീറ്റിന്റെ ആധികാരികമായ വിജയത്തോടെ ഭരണത്തിന്റെ 3-ാം ഊഴത്തിലേക്കാണ് ഇടതുപക്ഷം കടന്നിരിക്കുന്നത്. എരുമപ്പെട്ടി പഞ്ചായത്തിൽ LDF ഭരണം നിലനിർത്തി. ഇഞ്ചോടിഞ്ച് പൊരുതിയാണ് LDF ഭരണ തുടർച്ച നേടിയത്. ആകെ 19 വാർഡുകളിൽ 10 സീറ്റ് LDFും 8 സീറ്റ് UDFും 1 സീറ്റ് കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് മത്സരിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥിയും കരസ്ഥമാക്കി. വാർഡ് 1-ലാണ് ശ്രദ്ധേയമായ മത്സരം നടന്നത്. കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിയും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ MM സലീമിനെ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിയും മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിരുന്ന K ഗോവിന്ദൻകുട്ടി കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പരാജയപ്പെടുത്തി. നിലവിലുണ്ടായിരുന്ന സീറ്റ് തർക്കങ്ങളും പ്രശ്നങ്ങളും വന്നതിൻ്റെ തുടർന്ന് എൻ്റെ വാർഡിലെ വർഷങ്ങളായി കൂടെ പ്രവർത്തിക്കുന്ന 40ഓളം വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുകയും 35ലധികം വർഷം കോൺഗ്രസിനെ വിജയിപ്പിക്കുന്ന വാർഡ് ആയതുകൊണ്ട് അവിടുത്തെ പ്രവർത്തകരും അവിടുത്തെ കുടുംബങ്ങളും വളരെയധികം അടുപ്പം കാണിക്കുന്ന ഒരു സിറ്റുവേഷനായിരുന്നു. അവരുടെ എല്ലാം മനസ്സിനെ വിഷമിപ്പിച്ചുകൊണ്ട് ആ സ്ഥാനാർത്ഥിത്വത്തിനെ അവർ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയും അത്തരത്തിൽ ഒരു ജനകീയ കൂട്ടായ്മ രൂപപ്പെടുകയുണ്ടായി. രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ ജനങ്ങളും ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചുകൊണ്ട് എൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയും ആ പ്രഖ്യാപനം ശരിയായിരുന്നു എന്നുള്ളത് ഈ റിസൾട്ട് വ്യക്തമാക്കുകയാണ്. പ്രമുഖ നേതാക്കൾ മത്സരിച്ച 19-ാം വാർഡിൽ തീപാറുന്ന പ്രകടനങ്ങളാണ് മുന്നണികൾ കാഴ്ചവെച്ചിരുന്നത്. CPM ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിയും മുൻ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിരുന്ന NK കബീറിനോട് പരാജയം ഏറ്റുവാങ്ങി. LDF 17-ാം വാർഡ് സ്ഥാനാർത്ഥിയും മുൻ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ സുമന സുഗതനും പരാജയപ്പെട്ടവരിൽ പ്രമുഖയാണ്. LDF 11-ാം വാർഡ് സ്ഥാനാർത്ഥി മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, വിജയിച്ച 2015-ലെ പഞ്ചായത്ത് പ്രസിഡന്റ് 6-ാം വാർഡ് UDF സ്ഥാനാർത്ഥി മീന ശലമോനും വിജയിച്ച പ്രമുഖരിൽ ഉൾപ്പെടുന്നു. സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് LDFന് തുടർഭരണം ലഭിക്കാൻ ഇടയാക്കിയതെന്ന് കഴിഞ്ഞ ഭരണസമിതി പ്രസിഡന്റ് S ബസന്തലാൽ പറഞ്ഞു. പ്രിയപ്പെട്ട കുന്നോളം MLA AC മൊയ്തീൻ്റെയും ആലത്തൂർ MP K രാധാകൃഷ്ണൻ്റെയും ഒക്കെയുള്ള ഇടപെടൽ തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ വിജയം ഉണ്ടാക്കുന്നതിന് കാരണമായി എന്നുള്ളതാണ്. തീർച്ചയായും എരുമപ്പെട്ടിയിലെ ജനങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം തുടർഭരണത്തിലൂടെ കൂടുതൽ നന്നായി ജനകീയമായി ഏറ്റെടുത്ത്
ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നുകൂടി ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി ആവർത്തിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരങ്ങളിൽ തുടർഭരണം ഏൽപ്പിച്ച എരുമപ്പെട്ടി പൗരാവലിയെ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വേലൂർ പഞ്ചായത്തിൽ UDF LDF ഒപ്പത്തിനൊപ്പം തീപാറിയ പോരാട്ടത്തിൽ ഒരു സീറ്റ് NDAയ്ക്കും ലഭിച്ചു. ആകെയുള്ള 19 സീറ്റിൽ LDF 9, UDF 9, NDA 1 എന്നിങ്ങനെയാണ് കക്ഷിനില. മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ, കഴിഞ്ഞ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കോൺഗ്രസ് നേതാവുമായ നിധീഷ് വട്ടംപറമ്പിൽ എന്നിവർ വിജയിച്ച പ്രമുഖരിൽപ്പെടുന്നു. നിലവിൽ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന TR ഷോബി, വൈസ് പ്രസിഡന്റായിരുന്ന കർമ്മല ജോൺസൺ എന്നിവരാണ് പരാജയപ്പെട്ട പ്രമുഖർ. കടങ്ങോട് പഞ്ചായത്തിൽ LDFന് ഹാട്രിക് വിജയം. 3ാം തവണയാണ് വ്യക്തമായ ഭൂരിപക്ഷത്തോടെ LDF കടങ്ങോട് പഞ്ചായത്ത് ഭരണം നിലനിർത്തുന്നത്. 11 വാർഡുകളിൽ LDFും 9 വാർഡുകളിൽ UDFും 1 വാർഡിൽ NDAയും സീറ്റ് നേടി. തീപാറുന്ന പോരാട്ടങ്ങളിൽ പ്രമുഖരിൽ ചിലർ നിലം പൊത്തുകയും ചിലർ തല ഉയർത്തുകയും ചെയ്തു. 2015 ഭരണസമിതിയിലെ സ്ഥിരം സമിതി അധ്യക്ഷനായ CPM ഏരിയ കമ്മിറ്റി അംഗം KM നൌഷാദ്, മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഗിജ സുമേഷ്, CPM ലോക്കൽ സെക്രട്ടറിയായിരുന്ന UV ഗിരീഷ് എന്നിവരാണ് വിജയിച്ച LDF പ്രമുഖർ. 4ാം വാർഡിൽ മുൻ പഞ്ചായത്ത് മെമ്പറും കോൺഗ്രസ് നേതാവുമായ PV കൃഷ്ണൻകുട്ടിയെയും BJPയുടെ മുൻ വാർഡ് മെമ്പർ അഭിലാഷ് കടങ്ങോടിനെയുമാണ് UV ഗിരീഷ് പരാജയപ്പെടുത്തിയത്. വാർഡ് 13-ൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും കുടുംബശ്രീ ചെയർപേഴ്സണുമായിരുന്ന LDF സ്ഥാനാർത്ഥി രമണി രാജനും പരാജയപ്പെട്ടു. 1ാം വാർഡിൽ UDF സ്ഥാനാർത്ഥി മുൻ പഞ്ചായത്ത് മെമ്പറുമായിരുന്ന PV പ്രസാദും ഇതേ വാർഡിൽ മത്സരിച്ച കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥി പ്രവാസി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയുമായ യാവുട്ടി ചെറുമനേങ്ങാടും 9ാം വാർഡിൽ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് വിമതയായി മത്സരിച്ച ദീപ രാമചന്ദ്രനും തോറ്റുമടങ്ങി. 3, 9 വാർഡുകളിൽ മത്സരിച്ച മുൻ വാർഡ് മെമ്പർമാരും NDA സ്ഥാനാർത്ഥികളുമായ അഭിലാഷ് കടങ്ങോട്, MV ധനീഷ് എന്നിവർ പരാജയം ഏറ്റുവാങ്ങി. അതേസമയം 7ാം വാർഡിൽ BJPയുടെ പ്രമീള മണികണ്ഠൻ വിജയിച്ച് BJP ഒരു സീറ്റിൽ മാത്രമായി ഒതുങ്ങി. കഴിഞ്ഞ 10 വർഷം പഞ്ചായത്തിൽ LDF നടത്തിയ വികസന പ്രവർത്തനങ്ങളാണ് ഹാട്രിക് വിജയത്തിന് കാരണമെന്ന് LDF നേതൃത്വം അഭിപ്രായപ്പെട്ടു. വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കടങ്ങോട് ഗ്രാമപഞ്ചായത്തിന്റെ അധികാരത്തിൽ വന്നിരിക്കുകയാണ്. അത് ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്തിലുമൊക്കെ വ്യക്തമായ ഭൂരിപക്ഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കടങ്ങോട്ടിലെ ജനങ്ങൾ നൽകിയിട്ടുണ്ട്. മുഴുവൻ ജനങ്ങളോടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇവിടെ കടങ്ങോട് പഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തോൽപ്പിക്കാൻ പല വാർഡുകളിലും BJPയും അതുപോലെ തന്നെ STPയും കോൺഗ്രസുമായി ഒത്തുചേർന്ന് പല സ്ഥലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തോൽപ്പിക്കാനുള്ള അവിശുദ്ധമായ കൂട്ടുകെട്ടുണ്ട് എന്ന് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് മുമ്പ് പറഞ്ഞിരുന്നു. അത് പല സ്ഥലങ്ങളിലും വ്യക്തമായി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിച്ച മുഴുവൻ വോട്ടർമാരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു. CPMന്റെ ഉരുക്ക് കോട്ടയിൽ പോറലേൽപ്പിക്കാൻ ഇക്കുറി UDFനായില്ല. കടവല്ലൂരിൽ ഇടതുപക്ഷം ഭരണം നിലനിർത്തി. 22 വാർഡുകളിൽ 16 വാർഡുകളിലും CPM വിജയിച്ചു. 6 വാർഡുകൾ മാത്രമാണ് UDFന് ലഭിച്ചത്. കഴിഞ്ഞ തവണ 15 LDF, 5 UDF എന്നിങ്ങനെയായിരുന്നു കക്ഷിനില. ഇത്തവണയും NDAയ്ക്ക് അക്കൗണ്ട് തുറക്കാൻ സാധിച്ചില്ല. കഴിഞ്ഞ തവണ ഇടതുപക്ഷ സീറ്റായിരുന്ന കടവല്ലൂർ 2ാം വാർഡ് വടക്കുമുറിയിൽ ഇത്തവണ UDF ഘടകകക്ഷിയായ ലീഗിലെ സുഹൈലാണ് വിജയിച്ചത്. സുഹൈൽ പഞ്ചായത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയാണ്. ഇദ്ദേഹത്തിന്റെ കന്നി അംഗത്തിൽ തന്നെ വിജയിക്കാൻ സാധിച്ചത് UDFന്റെ നേട്ടമാണ്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് കാര്യമായ രാഷ്ട്രീയ മാറ്റമൊന്നും ഇത്തവണ ഉണ്ടായിട്ടില്ല. വനിതാ ജനറലിനാണ് ഇത്തവണ പ്രസിഡന്റ് സ്ഥാനം. വ്യക്തമായ ഭൂരിപക്ഷമില്ലാത്ത കാട്ടകാമ്പാൽ പഞ്ചായത്തിൽ 9 സീറ്റ് നേടിയ കോൺഗ്രസ് ഏറ്റവും വലിയ കക്ഷിയായി. കേവല ഭൂരിപക്ഷത്തിന് 1 സീറ്റ് കുറവെങ്കിലും UDF തന്നെ ഭരണം നടത്തിയേക്കും. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും 12 സീറ്റ് നേടിയ LDF ഇക്കുറി 8 സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നു. ആഞ്ഞടിച്ച UDF തരംഗത്തിലാണ് ശക്തമായ പ്രതിരോധം തീർത്ത് ഒടുവിൽ സീറ്റ് നിലയിൽ 2ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നത്. 1 സീറ്റുണ്ടായിരുന്ന BJP തൽസ്ഥിതി നിലനിർത്തി. സിറ്റിംഗ് മെമ്പർ പ്രദീപ് കൂനത്ത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് CPMലെ CK സദാനന്ദൻ മാസ്റ്ററോട് തോറ്റപ്പോൾ CPI മണ്ഡലം സെക്രട്ടറിയായിരുന്ന KT ഷാജൻ മാസ്റ്റർ കഴിഞ്ഞ തവണ വിജയിച്ച 8ാം വാർഡ് അയ്നൂർ വെസ്റ്റിൽ നിന്ന് BJPയിലെ മോനിഷ രജീഷ് വിജയിച്ചത് ആശ്വാസമായി. പഞ്ചായത്തിന്റെ ഇഞ്ചോടിഞ്ച് പോരാട്ടം കണ്ട 11ാം വാർഡ് പഴഞ്ഞി ഈസ്റ്റിൽ മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയുമായ K ജയശങ്കർ വിജയിച്ചു. 328 വോട്ട് നേടി കേവലം 28 വോട്ടിന്റെ അകലത്തിൽ വീണ BJPയുടെ സ്ഥാനാർത്ഥി മണ്ഡലം പ്രസിഡന്റ് കൂടിയായ PJ ജെബിനും നല്ല പോരാട്ടമാണ് നടത്തിയത്.
ഇവിടെ LDF സ്ഥാനാർത്ഥി KT ഷാജൻ മാസ്റ്റർ മൂന്നാമതായി. 9ാം വാർഡ് ഐനൂർ ഈസ്റ്റിൽ CPM സ്ഥാനാർത്ഥി അഞ്ജു സുധീഷ് 132 വോട്ടിന് വിജയിച്ചപ്പോൾ UDF NDA സ്ഥാനാർത്ഥികളെ പിന്നിലാക്കി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച സിജി ബാബുവും ശ്രദ്ധേയമായ പ്രകടനം നടത്തി. 1ാം വാർഡിൽ മത്സരിച്ച ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TS മണികണ്ഠൻ 296 വോട്ടിന്റെ വലിയ വിജയം നേടി. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കോൺഗ്രസ് പഞ്ചായത്തിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകുന്നത്. 10 വർഷത്തിനു ശേഷം പോർക്കുളം പഞ്ചായത്ത് ഭരണം UDF പിടിച്ചെടുത്തു. 14 വാർഡിൽ 8 വാർഡുകൾ നേടിയാണ് കോൺഗ്രസ് ഭരണം പിടിച്ചെടുത്തത്. CPM 5 സീറ്റിലേക്ക് ഒതുങ്ങി. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJPക്ക് ആദ്യമായി സീറ്റ് നേടിക്കൊടുത്ത നിമിഷ വിഗീഷ് ഇത്തവണയും വിജയിച്ചു. നിമിഷയുടെ ഭർത്താവും BJP കുന്നംകുളം മണ്ഡലം ട്രഷററുമായ വിഗീഷ് പരാജയപ്പെട്ടു. നിലവിലെ പഞ്ചായത്ത് അംഗങ്ങളായ ലേഖ ജയരാമനും അഖില മുകേഷും തമ്മിലുണ്ടായ മത്സരത്തിൽ ലേഖ ജയരാമൻ വിജയിച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ KA ജ്യോതിഷ് പ്രസിഡന്റാകുമെന്നാണ് സൂചന. കഴിഞ്ഞ 10 വർഷക്കാലമായി കുന്നംകുളം നഗരസഭയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളെ ജനങ്ങൾ നിരാകരിക്കുകയല്ല ചെയ്തതെന്ന് CPM ജില്ലാ കമ്മിറ്റി അംഗവും LDF മുനിസിപ്പൽ കമ്മിറ്റി ചെയർമാനുമായ MN സത്യൻ. തിരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച് CCTVയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണം അവിശുദ്ധ കൂട്ടുകെട്ടിലൂടെ നേടാൻ UDF ശ്രമിക്കുമെന്ന് കരുതുന്നില്ലെന്നും ചില വാർഡുകളിലെ ഇടത് സ്ഥാനാർത്ഥികളുടെ പരാജയം പാർട്ടി ഗൗരവമായി പരിശോധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ കുന്നംകുളം നഗരസഭയിൽ കഴിഞ്ഞ 10 വർഷക്കാലം നടത്തിയ വികസന പ്രവർത്തനങ്ങളെ ജനങ്ങൾ നിരാകരിക്കുകയല്ല ചെയ്തത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 18 കൗൺസിലർമാരുടെ പിന്തുണയോടുകൂടി നഗരസഭയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 2 തവണയും കുന്നംകുളം നഗരസഭ ഭരണത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം നൽകിയതുപോലെ തന്നെ ഇത്തവണയും കുന്നംകുളം ജനത നടത്തിയ വിധിയെഴുത്തിൻ്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കണമെന്ന മാൻഡേറ്റ് തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. ഇന്ത്യ ഭരിക്കുന്ന BJPയുടെ മുഖ്യ ശത്രു കോൺഗ്രസ് ആണ് എന്ന് അവരും പറയുന്നു. ഇവർ തമ്മിൽ ഒരു ധാരണയോ മുന്നണിയോ ഉണ്ടാക്കിക്കൊണ്ടൊരു നഗരസഭാ ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി അവരുടെ രാഷ്ട്രീയ നിലപാടിനെ ബലികഴിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ജനവിധി ഒരു ഇൻഡിക്കേറ്ററാണ് എന്ന് എല്ലാ കാലത്തും പറയാനാവില്ല. 2015 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട നിലയിൽ UDF കയറി വന്ന ഒരു വർഷമാണ് 2015. പക്ഷേ 6 മാസം കഴിഞ്ഞ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് 91 സീറ്റുകളുടെ പിന്തുണയുമായി പിണറായി വിജയൻ അധികാരത്തിൽ വരുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അപ്പോൾ എല്ലാ ഘട്ടങ്ങളിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ ആണ് എന്ന വിലയിരുത്തൽ ശരിയല്ല. തിരിച്ചു സംഭവിച്ചിട്ടുണ്ട്. കുന്നംകുളത്ത് LDFന്റെ തുടർഭരണമെന്ന വ്യാഖ്യാനത്തോടെ യോജിക്കുന്നില്ലെന്നും വരും ദിവസങ്ങളിലെ രാഷ്ട്രീയ കരുനീക്കങ്ങൾ അതിന് മറുപടി നൽകുമെന്നും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ് പറഞ്ഞു. CCTV സ്റ്റുഡിയോയിലെത്തി തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സീനിയർ നേതാക്കളെ ഒരിടത്തു നിന്നും മാറ്റി നിർത്തിയിട്ടില്ലെന്നും നഗരസഭയ്ക്ക് പുറമെ സമീപ പഞ്ചായത്തുകളിൽ മികച്ച പ്രകടനം കോൺഗ്രസിന് നടത്താൻ സാധിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുന്നംകുളത്തിന്റെ മുഖം ഇപ്പോഴും ഈ സീനിയർ നേതാക്കന്മാരിൽ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവരെയൊക്കെ ബഹുമാനിച്ചുകൊണ്ട്, അവരെയൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട്, അവരുടെയൊക്കെ ഉപദേശം കേട്ടുകൊണ്ട് മാത്രമേ കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോവുകയുള്ളൂ. കുന്നംകുളം എന്ന് പറയുമ്പോൾ കുന്നംകുളം നിയോജക മണ്ഡലത്തിന്റെ മറ്റു ഭാഗങ്ങളെ കൂടി നമ്മൾ നോക്കണ്ടേ. പോർക്കുളം പഞ്ചായത്ത് കോൺഗ്രസ് ഭരിക്കാൻ പോവുകയാണ്. കുന്നംകുളത്തിന്റെ എൻ്റെ ബ്ലോക്കിന്റെ കീഴിലുള്ളതായ കാട്ടകമ്മാൽ പഞ്ചായത്ത് കോൺഗ്രസ് ഭരിക്കാൻ പോവുകയാണ്. ഈ ചൊവ്വന്നൂർ പഞ്ചായത്തിൽ 6-5 എന്ന നിലയാണ് നിൽക്കുന്നത്. അവിടെയും ഭരണം ആര് കയ്യേറുമെന്ന് പറയാറായിട്ടില്ല. വലിയ മുന്നേറ്റം തന്നെയാണ് ഈ കുന്നംകുളം ബ്ലോക്കിന്റെ കീഴിലുണ്ടായിട്ടുള്ളത്. ആ തരംഗം ഇവിടെയും ആഞ്ഞടിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കി നോക്കൂ, കുന്നംകുളം നഗരസഭയിലെ 15, 16, 17, 18 ഈ വാർഡുകൾ മുഴുവൻ CPMന് നഷ്ടപ്പെട്ടു. അപ്പോൾ ആ ഒരു മേഖല മുഴുവൻ ഇപ്പോഴും ഞങ്ങളിൽ നിലനിൽക്കുക തന്നെയാണ്. ആർത്താട്ട് പഞ്ചായത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് മാത്രമാണ് താങ്കൾ ഇത്തരത്തിലുള്ളതായ ഒരു തിരിച്ചടി കോൺഗ്രസിന് ലഭിച്ചു എന്ന് പറയുന്നത്. തിരിച്ചടിയല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. അവിടെ കോൺഗ്രസിന്റെ വേര് ഉറപ്പിച്ചുകൊണ്ടിരിക്കുക. കോൺഗ്രസ് പാർട്ടി ഇത് കൊടുത്തിട്ടുള്ളത് പ്രവർത്തകരെ മാനിച്ചുകൊണ്ടാണ്. മറുഭാഗത്ത് പ്രവർത്തകർ ഉണ്ടായിരിക്കാം. 4 പേരെ ഒരുമിച്ച് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയെന്ന് BJPക്ക് പൊതുവെ തിളക്കമാർന്ന വിജയമാണ് ഉണ്ടായതെന്നും MV ഉല്ലാസിന്റെ തോൽവിയും ചില വാർഡുകളിലെ വോട്ട് വിഹിതം കുറഞ്ഞതും പാർട്ടി പരിശോധിക്കുമെന്നും BJP മണ്ഡലം ജനറൽ സെക്രട്ടറി മഹേഷ് തിരുത്തിക്കാട് പറഞ്ഞു.
CCTVയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. BJP ശക്തമായ പ്രതിപക്ഷമായി തുടരുമെന്നും പുതിയ രാഷ്ട്രീയ നീക്കങ്ങളെക്കുറിച്ച് പാർട്ടി നേതൃത്വമാണ് ഔദ്യോഗികമായി പ്രതികരിക്കേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സത്യത്തിൽ കുന്നംകുളത്ത് നമുക്കറിയാം ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് കൊട്ടിഘോഷിച്ചുകൊണ്ട് കഴിഞ്ഞ 10 വർഷം ഭരണം കൈയാളിയിട്ടുള്ള സീതാരവീന്ദ്രൻ അടക്കമുള്ള ആളുകളുടെ സീറ്റിൽ BJPയുടെ സ്ഥാനാർത്ഥിക്ക് അവിടെ വിജയിച്ചു വരാൻ സാധിച്ചു. അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ എടുത്തു പറയത്തക്ക തരത്തിലുള്ള ഒരു വിജയം. ഞങ്ങൾ ശക്തമായ മത്സരമായിരുന്നു കുന്നംകുളം മുനിസിപ്പാലിറ്റിയിലെ 20ഓളം സ്ഥലങ്ങളിൽ നടത്തിയിരുന്നത്. അതിൽ ചില സ്ഥലങ്ങളിൽ സത്യം പറഞ്ഞാൽ 5ഓളം സ്ഥലങ്ങളിൽ 50-ൽ താഴെ വോട്ടിലാണ് പരാജയപ്പെട്ടിട്ടുള്ളത്. MV ഉല്ലാസിൻ്റെ പരാജയമടക്കമുള്ള കാര്യങ്ങൾ പാർട്ടി ശക്തമായ രീതിയിൽ പരിശോധിക്കുന്നതായിരിക്കും. എന്താണ് വീഴ്ച പറ്റിയെന്നുള്ള പരിശോധിക്കും. എല്ലാ സ്ഥലങ്ങളിലും നല്ല മുന്നേറ്റം തന്നെയാണ്. BJPക്ക് വോട്ട് ഷെയറിൽ നല്ല വർധനവ് ഇത്തവണ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മിക്ക സ്ഥലങ്ങളിലും വോട്ട് ഷെയർ ഒരുപാട് കൂടിയിട്ടുണ്ട്. BJPക്ക് ശക്തമായ പ്രതിപക്ഷമായിട്ട് തുടരേണ്ട രീതിയിൽ തുടരും. സമരപരിപാടികളും മറ്റ് കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നമ്മുടെ വീഴ്ചകൾ പരിശോധിച്ച് സംഘടനയെ ശക്തിപ്പെടുത്തി നല്ല രീതിയിൽ ശക്തമായ ഒരു മുന്നേറ്റം NDAയുടെ ഭാഗത്തുനിന്നും BJPയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും എന്നുറപ്പ്. വടക്കേക്കാട് പഞ്ചായത്തിൽ സ്ഥാനാർത്ഥിയുടെ വീടിന് നേരെ ആക്രമണം നടത്തിയതായി പരാതി. 9ാം വാർഡ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ബാബു വിജിയുടെ വീട്ടിലെത്തിയാണ് ബൈക്കിലെത്തിയ സംഘം അക്രമം നടത്തിയതായി പറയുന്നത്. ഇന്ന് വൈകിട്ട് 7ഓടെയാണ് ബൈക്കിലെത്തിയ ഒരു സംഘം ആളുകൾ ഞമനേങ്ങാടുള്ള ബാബുവിന്റെ വീട്ടിലെത്തി അസഭ്യം ഉൾപ്പെടെ ആക്രോശങ്ങളുമായി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. ഉച്ചയ്ക്കും ഒരു സംഘം ആളുകൾ എത്തി ചെടിച്ചട്ടി ഉൾപ്പെടെ തല്ലി തകർത്തുവെന്നും വീട്ടുകാർ പറഞ്ഞു. വടക്കേക്കാട് പോലീസിൽ വിവരം നൽകിയത് പ്രകാരം പോലീസ് എത്തി പ്രാഥമിക അന്വേഷണം നടത്തി. സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. നമസ്കാരം, ഞാൻ 9ാം വാർഡ് സ്ഥാനാർത്ഥിയാണ്. എൻ്റെ പേര് ബാബു. എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് നബീൽ NMK ആണ്. ഈ റിസൾട്ട് അറിഞ്ഞതിന് ശേഷം എൻ്റെ വീട്ടിൽ വന്ന് ഒരു കൂട്ടം ആളുകൾ, അതിൽ നബീലിൻ്റെ വൈഫ് സജന, അതുപോലെ തന്നെ 1-2 ലേഡീസും, അതുപോലെ ഒരുപാട് ശ്രീധരൻ മാക്കാലിക്കൽ, അങ്ങനെ ഒരുപാട് പേര് വന്നിട്ട് എൻ്റെ വീട്ടിൽ വന്ന് വളരെ മോശമായി തെറി വിളിക്കുക, അതുപോലെ തന്നെ വീട്ടിൽ ഫ്രണ്ടിലുണ്ടായിരുന്ന ചെടി ഒക്കെ പറിച്ചു കളയുകയും മാർബിൾ തല്ലി തകർക്കുകയും അങ്ങനെ ഒരുപാട് നാശനഷ്ടങ്ങൾ വരുത്തുകയും ഉണ്ടായി. അതുപോലെ തന്നെ ഇപ്പോൾ വൈകിട്ട് ഞാൻ വീട്ടിൽ വന്ന് നിൽക്കുന്ന നേരത്ത് ഒരുപറ്റ ആളുകൾ വന്ന് പടക്കേറുകയും ആക്രോശിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഇപ്പോൾ അവർ പോയി. അതുപോലെ തന്നെ എൻ്റെ കമ്പനി വന്നിട്ട് എൻ്റെ മാനേജറെ തെറി വിളിക്കുകയും വളരെ മോശമായി അവിടെ വർക്ക് ചെയ്യുന്ന ലേഡീസിനോടൊക്കെ വളരെ മോശമായി ഉറക്കത്തിൽ ആക്രോശിക്കുകയും അങ്ങനെ പല കാര്യങ്ങളും വളരെ ദുഃഖകരമായിട്ടുള്ള സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. കടങ്ങോട് പഞ്ചായത്തിലെ നീണ്ടൂരിൽ കോൺഗ്രസ് വാർഡ് പ്രസിഡന്റിനെ CPIM പ്രവർത്തകർ വീട്ടിൽ കയറി ആക്രമിച്ചതായി പരാതി. കൊട്ടിലിങ്ങൽ റസാക്കിനെയാണ് വാഹനത്തിലെത്തിയ 2 പേർ ആക്രമിച്ചത്. റസാക്കിന്റെ ഭാര്യ റിസിയെയും ഭീഷണിപ്പെടുത്തിയതായും പറയുന്നു. വാർഡിൽ വിജയിച്ച LDF സ്ഥാനാർത്ഥിയുടെ ലീഡ് കുറഞ്ഞതിനുള്ള പ്രതികാരമായാണ് ആക്രമണമെന്നും കോൺഗ്രസ് ആരോപിച്ചു. എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകി. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. 2 പേര് വന്ന് പഠിക്കൽ വന്നിട്ട് വണ്ടി നിർത്തി അകത്തേക്ക് ഗേറ്റിന്റെ അവിടെ കൊണ്ട് വന്നിട്ട് എവിടെടാ കോൺഗ്രസ്സുകാരൻ എന്ന് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് വന്നു. അതോടുകൂടി ഇയാളെ അടിക്കുന്നായപ്പോ അവര് വണ്ടിയിൽ നിന്ന് കൊടിയെടുത്ത് വന്ന് അടിക്കാനോ അവരെ കൊടി പൊട്ടി. അപ്പൊ ഞാൻ എന്റെ സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ അവരെ തടുത്ത് ഗേറ്റ് അടച്ച്. അപ്പൊ അത്രയും അവര് ഇയാളെ തല്ലും എന്നുള്ള ഒരു രീതിയിലാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. വിജയത്തിന്റെ അടുത്തെത്തിയിരിക്കുന്ന ഒരു സമയം. അങ്ങനെ ഇരിക്കുമ്പോ 4 വോട്ടിന് പരാജയപ്പെട്ടു ഇവിടുത്തെ സ്ഥാനാർത്ഥി, UDFന്റെ സ്ഥാനാർത്ഥി. ആ 4 വോട്ടിന് കാരണം 200-ൽ പരം 300-ൽ പരം വോട്ടുകൾക്ക് കഴിഞ്ഞ പ്രാവശ്യം വിജയിച്ച ഈ വാർഡില് 4 വോട്ടിന് എന്ന് വെച്ചാൽ അത്രയും അക്രമം സഹിക്കാൻ വയ്യാണ്ടാണ് ഈ 4 വോട്ടിന്റെ അവിടേക്ക് എത്തേണ്ട ഗതികേട് വന്നത്. അദ്ദേഹം ശബ്ദം കേട്ട് വീണ്ടും പുറത്തേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ വന്ന് ഉള്ളിലേക്ക് വലിച്ചുകൊണ്ടപ്പോ ബാക്കിൽ വന്നിട്ട് വീണ്ടും കൊടിയുള്ള വടി എടുത്തെറിയുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും പുറത്തിറങ്ങൂ എന്ന് പറഞ്ഞിട്ട് അസഭ്യം വിളമ്പി. എന്താ പറയാൻ നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല, ഈ ചാനലിൽ പറയാൻ കഴിയില്ല. അത്രയും അസഭ്യം വിളമ്പിയിട്ടാണ് ഇവിടുന്ന് പോയിട്ടുള്ളത്. അപ്പൊ അത്രയും അക്രമം അഴിച്ചുവിട്ടിരിക്കുക. കാരണം UDF വലിയൊരു തിരിച്ചുവരവാണ് വന്നിരിക്കുന്നത്. UDF വന്നിരിക്കുന്നത്. അതിന്റെ ഒരു രോഷമാണ്, ഒരു വിഭ്രാന്തിയാണ്, ഒരു ഭ്രാന്താണ് ഇവർ കാണിക്കുന്നത്. അത് ഒരിക്കലും വകവെച്ചു കൊടുക്കാൻ പറ്റില്ല. അത്തരത്തിലുള്ള അക്രമകാരികൾക്ക് നിയമപാലക. കടങ്ങോട് പഞ്ചായത്തിലെ
നീണ്ടൂരിൽ കോൺഗ്രസ് പ്രവർത്തകന്റെ വീട് കയറി CPM പ്രവർത്തകർ ആക്രമണം നടത്തിയെന്ന പരാതി അടിസ്ഥാനരഹിതമാണെന്ന് CPM നേതൃത്വം അറിയിച്ചു. CPM പ്രവർത്തകരുടെ പ്രകടനത്തിനിടയിലേക്ക് ഇറങ്ങിവന്ന് പ്രകോപനം സൃഷ്ടിച്ചതാണെന്നും പരാജയം മറച്ചുവെക്കുവാനാണ് പരാതിയെന്നും CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഫ്രാൻസിസ് കൊള്ളന്നൂർ പറഞ്ഞു. നീണ്ടൂര് ഇന്ന് വിജയാഘോഷത്തിന്റെ ഭാഗമായി നമ്മുടെ ബന്ധപ്പെട്ട ആഘോഷ പരിപാടി നടക്കുമ്പോൾ ഗേറ്റിനടുത്ത് വന്ന് നീണ്ടൂരിലെ UDFന്റെ റസാഖ് എന്ന് പറഞ്ഞ വ്യക്തി നമ്മുടെ ഈ വിജയാഘോഷം നടന്നവരുടെ മുന്നിൽ പ്രകോപനം സൃഷ്ടിച്ചതിൻ്റെ ഭാഗമായി അവർ അതിനനുസരിച്ച് ഇവർ പ്രതികരിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ യാതൊരുവിധ അക്രമ സംഭവം അവിടെ ഉണ്ടായിട്ടില്ല. അത് ആ രീതിയിൽ അക്രമം ഉണ്ടായി എന്നുള്ള രീതിയിലാണ് UDF പ്രചരിപ്പിക്കുന്നത്. അവർ കേസൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത്തരം ഒരു കാര്യവും അവിടെ നടന്നിട്ടില്ല. ആഘോഷത്തിൻ്റെ ഭാഗമായി റോട്ടിലൂടെ അവർ മുദ്രാവാക്യം വിളിച്ചു പോകുമ്പോൾ അവരെ പ്രകോപനം സൃഷ്ടിക്കാൻ വേണ്ടി അവിടുത്തെ UDFന്റെ ഏജന്റ് ശ്രമിച്ചതാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാവാൻ കാരണം. വേറെ മറ്റു സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, വേറെ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഭാഗമായിട്ട് പറയാനുള്ളത്. മറ്റൊന്ന് നമുക്കറിയാം, നമ്മുടെ വിജയാഹ്ലാദം, നമ്മുടെ തുടർഭരണം മൂന്നാമതും LDF അധികാരത്തിൽ വന്നപ്പോൾ ഈ എല്ലാവിധ അവിശുദ്ധ സഖ്യത്തെയും പരാജയപ്പെടുത്തിക്കൊണ്ട് പ്രത്യേകിച്ച് നീണ്ടൂരിൽ അഡ്വക്കേറ്റ് KM നൗഷാദ് വിജയിച്ചതിലുള്ള ആ ജാള്യത മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇത്തരം കള്ളക്കേസുകൾ കൊടുത്തിട്ടുള്ളത്. അതിനെ ജനങ്ങൾ അറിയിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയണം എന്നാണ് CPIM പന്നിത്തടം ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി പറയാനുള്ളത്. പുനർകുളം പഞ്ചായത്തിൽ STPI ചരിത്രത്തിൽ ആദ്യമായി വിജയിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് മേഖലയിൽ പ്രകടനം നടത്തി. 18-ാം വാർഡിലാണ് STPI വിജയിച്ചത്. എതിർ സ്ഥാനാർത്ഥി UDFലെ സുബൈദ മുഹമ്മദ് കുട്ടിയെ 153 വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. LDF സ്ഥാനാർത്ഥി സുൽഫിയ ഇല്യാസ് 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. കഴിഞ്ഞ തവണ ഇതേ വാർഡിൽ പോസ്റ്റൽ വോട്ട് എണ്ണിയപ്പോഴാണ് വിരലിൽ എണ്ണാവുന്ന വോട്ടുകൾക്ക് STPI സ്ഥാനാർത്ഥി തോറ്റത്. അതിനെല്ലാം മറുപടി നൽകുന്നതായിരുന്നു ഇത്തവണത്തെ വിജയം. STPI പുന്നേർക്കുളം 18-ാം വാർഡ് കമ്മിറ്റി ആഹ്ലാദ പ്രകടനം നടത്തി. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. UDF തരംഗം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് മുന്നേറ്റം. കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകളിൽ ഐക്യജനാധിപത്യ മുന്നണി ആധിപത്യം നേടി. NDA നില മെച്ചപ്പെടുത്തി. കേവല ഭൂരിപക്ഷമില്ലാതെ വീണ്ടും കുന്നംകുളം നഗരസഭ. LDF ഏറ്റവും വലിയ ഒറ്റകക്ഷി. കോൺഗ്രസ് 9 സീറ്റിൽ വിജയിച്ചു. RMP 4 സീറ്റിലും BJP 7 സീറ്റിലും വിജയിച്ചു. 18-ാം വാർഡ് കാണിപ്പയ്യൂർ സൗത്തിൽ കോൺഗ്രസ് വിമതയ്ക്ക് വിജയം. ഗുരുവായൂർ നഗരസഭയിൽ ഡബിൾ ഹാട്രിക്കിലേക്ക് കടന്ന LDF. 46 സീറ്റിൽ 26 എണ്ണം നേടിയാണ് LDF ഭരണം നിലനിർത്തിയത്. വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ LDFും UDFും സീറ്റ് നിലയിൽ ഒപ്പത്തിനൊപ്പം വന്നെങ്കിലും അന്തിമ കണക്കിൽ LDF ഭൂരിപക്ഷം മറികടക്കുകയായിരുന്നു. ചാവക്കാട് ചെങ്കോട്ടയായി തന്നെ തുടരും. ശക്തമായ UDF തരംഗത്തിലും പതറാതെ നിന്ന നഗരസഭയിൽ ഇത് തുടർച്ചയായ 5-ാം തവണയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ ഭരണം നിലനിർത്തി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. മറ്റം, ആളൂർ, തിരുവത്ര, എടക്കളത്തൂർ ഉതുപ്പുരു അച്ചായിയുടെ 15-ാം ചരമവാർഷികവും എടക്കളത്തൂർ തോമ ഉതുപ്പുരുവിന്റെ 25-ാം ചരമവാർഷികവും ആചരിക്കുന്നു. പരേതരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രാർത്ഥനയോടെ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ.